ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे। मुगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ 11-ാമത്തെ അധ്യായം വരെ ഭഗവത്ഗീത പഠിച്ചു എന്ന് പറയാൻ മുഴുവൻ സാധിക്കില്ല. എന്നാലും കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എല്ലാം ശ്രീല പ്രഭുപാദിയുടെ മഹാകാരുണ്യം കൊണ്ട്. ശ്രീല പ്രഭുപാദി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഭാവാർത്ഥം എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്കത് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മഹാകൃപ തന്നെയാണ്. ശ്രീ ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഭഗവത്ഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ശുദ്ധഭക്തന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഊഹാപോഹങ്ങൾ നടത്താനുള്ളതല്ല ശാസ്ത്രങ്ങൾ. ഒരുപാട് വെർഷൻസ് അവൈലബിൾ ആണ് ശ്രീമദ് ഭഗവത്ഗീത. എന്നാൽ ശരിക്കും ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഭഗവാനും ഭഗവാന്റെ ശുദ്ധഭക്തർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാത്തവർ അതിനെ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ശരിയാവുകയില്ല. പിന്നെ അത് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. ശ്രീ ഭഗവത്ഗീതയിലൂടെ ഒരു മെസ്സേജാണ് ഭഗവാൻ പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ അവസാനത്തെ ചാപ്റ്ററിൽ അത് പറയുന്നുണ്ട്. സാരാംശം, ഭഗവത്ഗീതയുടെ സാരാംശമായിട്ട് നമ്മൾ 9-ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അവസാനത്തെ ശ്ലോകം 9:34 മൻ മനാഭവ മത് ഭക്തോ മത്യാജി മാം നമസ്കുരു. 5 കാര്യങ്ങൾ ഭഗവാൻ അവിടെ പറയുന്നു. ഇതേ ശ്ലോകം തന്നെ
18-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ശ്ലോകം പറഞ്ഞതിന് ശേഷം അർജുനോട് പറയുന്നു, ഞാൻ പറഞ്ഞതെല്ലാം, ഇത്രയും നേരം പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞതെല്ലാം ഞാൻ എല്ലാം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എസെൻസ് ആയിട്ട് ഞാൻ വീണ്ടും ഇതേ ശ്ലോകം തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, മൻ മനാഭവ മത് ഭക്തോ. മൻ മന, എപ്പോഴും എന്നെ ചിന്തിക്കൂ, എന്നെക്കുറിച്ച് എന്നെ ഓർക്കൂ. മത് ഭക്തോ, എൻ്റെ ഭക്തനായി മാറൂ. മത് യാജി, എന്നെ ആരാധിക്കൂ. മാം നമസ്കുരു, നമസ്കരിക്കൂ. 4 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് എത്തിയിരിക്കും ഭഗവാൻ പറയുന്നു. ഇത് വളരെ ഗുഹ്യമായിട്ടുള്ള, ഗോപ്യമായിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഞാനത് പറഞ്ഞു തരുന്നു, കാര്യം നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അതൊരു പബ്ലിക് അല്ലെങ്കിൽ ഓപ്പൺ സീക്രട്ടായി മാറിയെന്ന് മാത്രം. ഗോപ്യമായിട്ടുള്ളതാണെങ്കിലും അത് ഓപ്പൺ സീക്രട്ടാണ്, നമുക്കെല്ലാവർക്കും വേണ്ടി ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ശരിക്കും. ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പർലി ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ 4 കാര്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. ശരിയായിട്ടുള്ള ആ ഒരു കോൺഷ്യസ്നെസ്സോടുകൂടി, ആ ഒരു ബോധത്തോടു കൂടിയിട്ട്, ഭാവത്തോടു കൂടിയിട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഭഗവാന് പറയാനുള്ളത് ഭഗവത്ഗീതയിലൂടെ. പിന്നെ അവസാനം അദ്ദേഹം പറയുന്നു, അതിനുശേഷം ഒരു ശ്ലോകം കഴിഞ്ഞാണ്, 2 ശ്ലോകം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. അവിടെയും പറയുന്നു ഭഗവാൻ ശരണം പ്രാപിക്കുവാനാണ് പറയുന്നത്. സർവധർമാൻ പരിത്യജ, എല്ലാ ധർമ്മങ്ങളും, ഞാൻ പറഞ്ഞത് നിനക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ വിട്ടോളൂ, എന്നാൽ ഈ ഒരു കാര്യം മാത്രമേ ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നു ശരണം പ്രാപിച്ചാൽ മാം, അദ്ദേഹം പറയുന്നു എല്ലാ പാപങ്ങളും, അഹം ത്വം സർവ പാപേഭ്യോ, എല്ലാ പാപങ്ങളും നീക്കിക്കളഞ്ഞ് മോക്ഷം തരുന്നു. മോക്ഷം തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാകാര ബ്രഹ്മജ്യോതിയിലുള്ള മോക്ഷമല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും, ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. സർവ പാപങ്ങളും അദ്ദേഹം നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മുന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ പാപങ്ങളുടെ അക്കൗണ്ട് അത് മുഴുവനും അദ്ദേഹം 0 ആക്കി തരാമെന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ, എന്നെ ശരണം പ്രാപിച്ചാൽ, ഇതാണ് ഭഗവാൻ പറയുന്നത്, മാം ഏകം, എന്നെ മാത്രം. ആ സമയത്ത് വേറെ കുറച്ചിവിടെ കുറച്ചവിടെ അങ്ങോട്ട് മാറി മാറി നിൽക്കുവാണെങ്കിൽ, അനന്യതയില്ലെങ്കിൽ ഈ ഒരു ശ്ലോകം ആപ്ലിക്കബിൾ അല്ല. അനന്യഭക്തർക്കാണ് ഇത് പറയുന്നത്. മാം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ എന്നെ എന്ന് പറയുന്നു. ഏകം, എന്നെ മാത്രം ശരണം പ്രാപിക്കുകയാണെങ്കിൽ. നമ്മൾ എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഈ ലോകത്തുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെ നിന്ന് പോയിട്ടില്ല. അത്രമാത്രം പാപങ്ങളും നമ്മുടെ കൂടെയുണ്ട്. അതിനെയെല്ലാം ഒരു ഒറ്റടിക്ക് നശിപ്പിക്കാൻ ഭഗവാന് സാധിക്കും, നമുക്ക് സാധിക്കില്ല. നമ്മളെക്കൊണ്ട് അതിനുള്ള ഒരു കഴിവുമില്ല നമുക്ക്. നമ്മുടെ സാധന കൊണ്ടും, സാധനയിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര ജന്മങ്ങൾ എടുക്കുമെന്നറിയില്ല. ഭഗവാന്റെ മഹത്കൃപ ആവശ്യമാണ്. ആ കൃപയാണ് ഭഗവാൻ പറയുന്നത്, ആ കൃപയുണ്ട്, ഞാൻ തരാൻ തയ്യാറാണ്, വാങ്ങിച്ചോളൂ, പക്ഷേ പൂർണ്ണമായിട്ടും എന്നെ ശരണം പ്രാപിക്കൂ. അദ്ദേഹം പറയുന്നു ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% അദ്ദേഹത്തിൽ വിശ്വാസത്തോടുകൂടി, ഭഗവാൻ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും എൻ്റെ കൂടെ ഭഗവാനേ ഉള്ളൂ, എന്നെ പരിപാലിക്കുന്നത് ഭഗവാൻ മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുന്നത് തന്നെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെസ്സേജ് ഭഗവത്ഗീതയുടെ എസെൻസ് പറയുകയാണെങ്കിൽ. എന്നാൽ പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കാം. ആരും അതിനി സെർച്ച് ചെയ്യാനോ വായിക്കാനോ പോവേണ്ട ആവശ്യമില്ല. എന്നാലും വേറെ പല വെർഷൻസിലും നമ്മൾ കാണുന്നു, പല ഇൻ്റർപ്രിട്ടേഷനും നടത്തി ഭഗവത്ഗീതയുടെ ശരിയായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് പോലും
മനസ്സിലാവാത്ത രീതിയിലാണ് അതിനെ ഓടിക്കുന്നത്. എന്നാ ശീല പ്രഭുജി അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആദ്യത്തെ അധ്യായം മുതൽ അദ്ദേഹം ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, ഭക്തിയുത സേവനങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഭഗവാൻ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നത് 6-ാമത്തെ അധ്യായം കഴിയുമ്പോഴാണ്, അവസാനിക്കുമ്പോഴാണ്. 7-ാമത്തെ അധ്യായം മുതലാണ് ഭക്തിയോഗം തുടങ്ങുന്നത്. അതുവരെ കർമ്മയോഗത്തെക്കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, ഇതൊക്കെയാണ് ഭക്തിയോഗം. ഇതാണ് ഭക്തിയുത സേവനങ്ങൾ. കർമ്മയോഗം ഭക്തി തന്നെ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട്, എന്നാലും അത് ശ്രവണം, കീർത്തനം, സ്മരണത്തിൻ്റെ തൊട്ട് താഴെ വരുന്നൊരു കാര്യമാണ്. കാര്യം ഡയറക്റ്റ് ഭക്തിയുത സേവനങ്ങളാണ് ശ്രവണം, കീർത്തനം, സ്മരണം. സതതം കീർത്തയന്തോ മാം അനന്യശ്ചിന്തയന്തോ മാം. ഇതെല്ലാം കൃഷ്ണൻ പറയുന്നത് ഏത് ചാപ്റ്ററിലാണ്? 9-ാമത്തെ, അല്ലെങ്കിൽ നടുക്കുള്ള 6 ചാപ്റ്റേഴ്സിലാണ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം ഭഗവാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ചതുശ്ലോകി ഭഗവത്ഗീത വരുന്നതും അവിടെ തന്നെയാണ്. നടുക്കുള്ള 6 ചാപ്റ്റേഴ്സിനകത്ത് 10-ാമത്തെ അധ്യായത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഭക്തിയോഗത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഭഗവാൻ ഭക്തിയിലേക്ക്, കർമ്മത്തെ എങ്ങനെ ഭക്തിയിലേക്ക് എത്തിക്കാം, ഭഗവാനിലേക്ക് എത്തിക്കാം എന്നുള്ളത് പറയുന്നു. ജ്ഞാനത്തിലൂടെ എങ്ങനെ ഭഗവാനിലെത്താം എന്നുള്ളതും ജ്ഞാനയോഗത്തിലൂടെ പറയുന്നു. ധ്യാനത്തിലൂടെ എങ്ങനെ എത്താം എന്നുള്ളതൊക്കെ പറയുന്നു. എന്നാൽ ഇതിൻ്റെ കാതലെന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. അല്ലെങ്കിൽ ഈ യോഗ എല്ലാം എത്തിച്ചേരുന്നത് ഭക്തിയോഗത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ശീലപ്രഭുപാജി ആണെങ്കിൽ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങി അദ്ദേഹം. അതാണ് ഒരു ശുദ്ധ ഭക്തൻ്റെ മഹാകാരുണ്യം, മഹാകൃപ. കാര്യം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്. ഇനി മുഴുവനും ഭഗവത്ഗീത പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരു ശ്ലോകമേ പഠിക്കുന്നുള്ളൂ വെച്ചാൽ, ഒരു ശ്ലോകവും അതിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും പഠിക്കുന്നുള്ളൂ വെച്ചാലും, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളൂ ആ വ്യക്തിക്ക് എന്നുണ്ടെങ്കിൽ പോലും, ആ വ്യക്തിക്ക് പോലും എന്താണ് ഭഗവത്ഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി അദ്ദേഹം എല്ലായിടത്തും ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് പറയുന്നു. അതാണ് ഒരു ആചാര്യൻ്റെ, ഒരു ശുദ്ധഭക്തനായിട്ടുള്ള ആചാര്യൻ്റെ ഒരു ഹൃദയം. അതാണ്. ഓക്കെ. അപ്പോൾ ശീലപ്രഭുപാജിയോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ 12-ാമത്തെ അധ്യായം തുടങ്ങുന്നു. ഇപ്പോൾ ഭക്തിയോഗത്തിൻ്റെ സെക്ഷൻ വരുന്ന അവസാനത്തെ അധ്യായമാണ്. ഇനി അടുത്ത അധ്യായം 13-ാമത്തെ അധ്യായം മുതൽ ജ്ഞാനയോഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ശ്ലോകം വായിക്കാം. മനോഹരമായിട്ടുള്ള അധ്യായമാണ് 12-ാമത്തെ അധ്യായം. ഒരുപാട് നല്ല ശ്ലോകങ്ങളുണ്ട്. അർജുനോവാച ഏവം സതത യുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ യേ ചാപി അക്ഷരം അവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്തസ്താം പരിഭാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. അർജുന ഉവാച ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഹരേ. അർജുന ഉവാച
एवं सततयुक्ताये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। हरे कृष्ण। थैंक यू प्रभु जी। हरे कृष्ण। हरे कृष्ण अर्जुनुवाच एवं ओम सततयुक्ता ये भक्तास्तां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां का योगवित्तमः। हरे कृष्ण। हरे कृष्ण। ओम नमो भगवते वासुदेवाय। अर्जुन उवाच एवं सततयुक्ता ये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। हरे कृष्ण। थैंक यू प्रभु जी। हरे कृष्ण। अर्जुन उवाच एवं सततयुक्ता ये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। हरे कृष्ण प्रभु जी। ഓക്കെ. हरे कृष्ण प्रभु जी। अर्जुन उवाच एवं सततयुक्ता ये भक्तास्तां पर्युपासते ये चाप्यक्षरम् अव्यक्तं तेषां के योगवित्तमाः। थैंक यू प्रभु। ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. വിവർത്തനം. हरे कृष्ण। हरे कृष्ण प्रभु जी। एवं सततयुक्ता ये भक्तास्त्वां पर्युपासते ये चाप्यक्षरमव्यक्तं तेषां के योगवित्तमाः। हरे कृष्ण। प्रणाम प्रभु जी। थैंक यू। ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. हरे कृष्ण प्रभु जी വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തന ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ് കി ജയ്. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? ഭാവാർത്ഥം. വ്യക്തനിഷ്ഠവും അവ്യക്തിഗതവും എല്ലാ തരത്തിലുമുള്ള ഭക്തന്മാരെയും യോഗികളെയും പറഞ്ഞു. പൊതുവെ ആധ്യാത്മികവാദികൾ രണ്ടു വിധമാണ്, അവ്യക്തിഗതവാദികളും വ്യക്തിഗതവാദികളും. അവ്യക്തിഗതവാദിയായ ഭക്തൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ച് പരമപുരുഷന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അവ്യക്തിഗതവാദികളും സേവനത്തിൽ ഏർപ്പെടുന്നുണ്ട്, നേരിട്ട് കൃഷ്ണനെ സേവിക്കുന്നതിലല്ല, അവ്യക്തമായ നിരാകാര ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം. പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പ്രക്രിയകളിൽ വെച്ച് ഭക്തിയോഗം, ഭക്തിയുദ്ധ സേവനം തന്നെ ഉത്തമമെന്ന് ഈ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സഹവാസം ഇച്ഛിക്കുന്നവർ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടണം. ഭക്തിപൂർവം ഭഗവാനെ നേരിട്ട് ആരാധിക്കുന്നവരെ വ്യക്തിഗതവാദി എന്ന് അറിയപ്പെടുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവർ വ്യക്തിശൂന്യവാദികളാണ്. ഏത് നിലപാട് ശ്രേഷ്ഠമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. നിരപേക്ഷ സത്വ സാക്ഷാത്കാരത്തിന് വിവിധ മാർഗങ്ങളുണ്ട്. അവയിൽ ഭക്തിയോഗമാണ് സർവോത്കൃഷ്ടമെന്ന് ഈ അധ്യായത്തിൽ കൃഷ്ണൻ സൂചിപ്പിക്കുന്നു. ഈശ്വര സാമീപ്യത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞതും ഋജുവായതുമായ വഴിയാണിത്. ജീവസത്ത ഈ ഭൗതിക ശരീരമല്ലെന്നും ഒരു ആത്മീയ സ്ഫുലിംഗമാണെന്നും ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. നിരപേക്ഷ തത്വമാകട്ടെ ആധ്യാത്മിക പൂർണ്ണതയുമാണ്. ജീവസത്ത പരിപൂർണതയുടെ വിഭിന്നാംശമാണെന്നും അതുകൊണ്ട് ആ പൂർണ്ണതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും 7-ാം അധ്യായത്തിൽ ഉപദേശിക്കുന്നു. ദേഹത്യാഗം ചെയ്യുമ്പോൾ കൃഷ്ണനെ സ്മരിക്കുന്ന പക്ഷം ഏതൊരാൾക്കും ഉടനെ പരമവ്യോമത്തിലുള്ള ശ്രീകൃഷ്ണധാമത്തിലെത്താൻ കഴിയുമെന്ന് 8-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. സ്വഹൃദയസ്ഥനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനാണ് എല്ലാ യോഗികളെക്കാളും ഉത്തമനെന്ന് 6-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. യഥാർത്ഥത്തിൽ ഓരോ അധ്യായവും ഒരേ നിഗമനത്തിൽ എത്തിക്കുന്നത് കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തോടെ ആയിരിക്കണം. ഭക്തി അതാണ് അത്യുത്കൃഷ്ടമായ ആത്മീയ സാക്ഷാത്കാരം. അടുത്തത് വേറെ ആരെങ്കിലും വായിക്കണമെങ്കിൽ വായിച്ചോളൂ. വലിയ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ. കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തിൽ ആസക്തരാവാത്തവരുണ്ട്. ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ പോലും വായനക്കാരുടെ ശ്രദ്ധയെ കൃഷ്ണനിൽ നിന്നകറ്റി വ്യക്തിശൂന്യ ബ്രഹ്മജ്യോതിസിലേക്ക് നയിക്കത്തക്ക വിധം കൃഷ്ണന്റെ രൂപത്തോട് അനാസക്തരാണവർ. നിരവേഷ തത്വത്തിന്റെ ഇന്ദ്രിയാതീതവും അവ്യക്തവുമായ വ്യക്തിശൂന്യ രൂപത്തെ ധ്യാനിക്കാൻ അവരിഷ്ടപ്പെടുന്നു. അങ്ങനെ ആധ്യാത്മികവാദികളിൽ 2 വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏതാണ് പരിപൂർണമെന്നും ഏത് പ്രക്രിയയാണ് പ്രയാസം കുറയുന്നതെന്നും അർജുനന് അറിയണം. മറ്റൊരു വിധത്തിൽ കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തോട് ആഭിമുഖ്യം ഉണ്ടാകയാൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് അർജുൻ ഇവിടെ ചെയ്യുന്നത്.
വ്യക്തിശൂന്യ ബ്രഹ്മത്തിൽ അദ്ദേഹം ആസക്തനല്ല. തന്റെ നിലപാട് ശരിയാണോ എന്നറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ അവ്യക്തിഗതമായ ആവിഷ്കാരം ഭൗതിക ലോകത്തിലായാലും ആധ്യാത്മിക ലോകത്തിലായാലും ശരി, ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നിരപേക്ഷ തത്വത്തിന്റെ അവ്യക്തിഗത ഭാവം പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അങ്ങനെ സമയം പാഴാക്കുന്നതിൽ എന്ത് ഫലം എന്നാണ് അർജുന്റെ സംശയം. കൃഷ്ണന്റെ വ്യക്തിഗത രൂപത്തിൽ ആസക്തരാകുകയാണ് ഏറ്റവും ഉത്തമം. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ മറ്റെല്ലാ രൂപവും മനസ്സിലാക്കുന്നതോടൊപ്പം കൃഷ്ണപ്രേമത്തിന് തടസ്സവും ഉണ്ടാകുന്നതുമില്ല. ഇത് 11-ാം അധ്യായത്തിൽ അർജുനൻ അനുഭവിച്ചറിഞ്ഞു. അർജുനൻ കൃഷ്ണനോട് ചോദിച്ച ഈ പ്രധാന ചോദ്യം നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിഗതവും അവ്യക്തിഗതവുമായ ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. അർജുനൻ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു. 11-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു, വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ചതുർഭുജ രൂപം കാണിച്ചു കൊടുത്തു. അതിനുശേഷം അർജുനൻ പറഞ്ഞു, എനിക്ക് കാണേണ്ടത് അങ്ങയുടെ ഒറിജിനൽ രൂപം, 2 കൈകളുള്ള ശ്യാമസുന്ദരൻ്റെ രൂപം, അതാണ് അർജുനൻ ഇഷ്ടപ്പെടുന്നത്. അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉടനെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. അതായത് വ്യക്തിഗതവാദികളാണോ അവ്യക്തഗതവാദികളാണോ, ഇതിൽ ആരാണ് നല്ലത്, ഏതാണ് ശരിയായിട്ടുള്ള വഴി എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് 11-ാമത്തെ അധ്യായത്തോടു കൂടി വ്യക്തിഗതവാദി അല്ലെങ്കിൽ പേഴ്സണലിസ്റ്റ്, ഭഗവാന് രൂപമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തെ ഉപാസന ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് ഒരു ഹിൻഡ് ഓൾറെഡി കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ അർജുനൻ അത് ക്ലാരിഫൈ ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട് ഏതാണ് നല്ലത് എന്നുള്ളത്. വ്യക്തിഗതവാദികളാണോ അവ്യക്തഗതവാദികളാണ്, ഏതാണ് പൂർണ്ണമായിട്ടുള്ളത് പരിപൂർണമായിട്ടുള്ളത് എന്നുള്ള ചോദ്യം അർജുനൻ വീണ്ടും ചോദിച്ച് ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ വരുത്തുന്നു ഭഗവാനിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തെ എങ്ങനെ അവ്യക്തഗതവാദികൾ ഭഗവത്ഗീതയെ വ്യാഖ്യാനം ചെയ്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ വ്യാഖ്യാനം എങ്ങനെ ഈ ശ്ലോകത്തെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ചിന്തിക്കുകയാണ്. പക്ഷേ ഈ ശ്ലോകം വളരെ ക്ലാരിറ്റിയോടുകൂടി ഭഗവാൻ പറയുന്നുണ്ട് ഇതിലേതാണ്, അർജുനൻ ചോദിക്കുന്നതിൽ ഏതാണ് നല്ലത്. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട് ഏതാണ് നല്ലതെന്നുള്ളത്. അത് പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ആ നിരാകാര ബ്രഹ്മവാദം എന്ന് പറയുന്നതിനെ ഭഗവാൻ പറയുന്നു അതല്ല പൂർണ്ണമായിട്ടുള്ള ഉപാസന എന്ന് അദ്ദേഹം ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ശുദ്ധ ഭക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ വ്യക്തിഗത രൂപത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്നത്, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്ന് അദ്ദേഹം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം. അതെങ്ങനെ അവർ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ അത്ഭുതമാണ്. ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഭഗവാൻ അല്ലെങ്കിൽ അർജുനൻ ആണെങ്കിലും ഭഗവാൻ ആണെങ്കിലും ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തന്നിട്ടും അതിനെ പോലും മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എനിക്കറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഭക്തിയോഗത്തിലേക്ക് വന്നിട്ടുള്ളവർക്ക് അവ്യക്തഗതവാദികളുടെ ആ ഒരു മനസ്സിലെ ചിന്ത എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഓൾറെഡി ഭഗവാന്റെ ആ രൂപത്തെ മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് രൂപമില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അതാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ മനോഹരമായിട്ട് ഇത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, ഭഗവാന്റെ രൂപമുണ്ട്. ഭഗവാൻ നേരിട്ട് രൂപത്തെ കാണിച്ചു കൊടുത്തിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, ഈ രൂപം കാണുക എന്ന് പറയുന്നത് സാധാരണ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ സുഹൃത്താണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് നിൻ്റെ ഈ ദിവ്യമായിട്ടുള്ള കണ്ണുകൾ ഞാൻ തന്നതുകൊണ്ട് നിനക്ക് എൻ്റെ ഈ ശരിയായിട്ടുള്ള രൂപത്തെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് മുനിവര്യന്മാർ, ഋഷിവര്യന്മാർ, ഒരുപാട് ദേവന്മാരെല്ലാവരും ധ്യാനിക്കുന്നു. ഒരുപാട് കാലം അവർ ഉപാസന ചെയ്തിട്ടും ഭഗവാനെ നേരിട്ട് കാണാനുള്ള അവസരം അവർ കിട്ടുന്നില്ല. അങ്ങനെയുള്ള അത്രയും റെയറായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത്. എന്നാൽ അർജുനന് അത് സാധിച്ചു. ഭഗവാൻ പറയുന്നു, കാര്യം നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. കാര്യം ശുദ്ധ ഭക്തനായതുകൊണ്ട്, അർജുനൻ ഭക്തനായതുകൊണ്ട് കൃഷ്ണൻ അത് കാണിച്ചു കൊടുക്കുന്നു.
അപ്പം നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരും കണ്ടതല്ലേ മഹാഭാരതം യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് ലീലകൾ, കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ ലീലകൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. ശരിയാണ്, കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഭഗവാൻ കൃഷ്ണനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ളത് എത്ര പേർക്ക് അറിയാമായിരുന്നു? വളരെ കുറച്ച് പേർക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവുള്ളൂ. കാര്യം പാണ്ഡവരും കുന്തി മഹാറാണിയും അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുന്തി മഹാറാണി കുന്തി സ്തുതി ചെയ്യുന്നത്. ഭീഷ്മ പിതാമഹൻ അറിയാം അദ്ദേഹം ഭഗവാനാണെന്നുള്ളത്. ഭീഷ്മ പിതാമഹൻ സ്തുതിക്കുന്നു. എന്നാൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന ദുര്യോധനനും ധൃതരാഷ്ട്രർക്കും അത് കാണാൻ സാധിച്ചില്ല. അവരും കാണുന്നുണ്ട് ഈ വ്യക്തിയെ. പക്ഷേ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമുള്ളതുകൊണ്ട് അവർക്ക് പ്രോപ്പർലി അതൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് കാര്യം. അപ്പോൾ നേരിട്ട് ഭഗവാൻ മുമ്പിൽ വന്നാലും ആ ഭഗവാനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ഭഗവാനാണ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് ഭഗവാന്റെ മഹാകാരുണ്യം കൂടെ വേണം. എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഭഗവാനോട് വിദ്വേഷവും അല്ലെങ്കിൽ അസൂയയും ഉണ്ടെങ്കിൽ അതൊരിക്കലും ഭഗവാൻ വെളിപ്പെടുത്തി തരില്ല. ദുര്യോധനന് ഒരുപാട് അവസരങ്ങൾ കിട്ടിയതാണ് കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. ദുര്യോധനന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല, അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പോലും വിശ്വസിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ? നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതേപോലെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. പല ഉപാസനകളും പല രീതികളും ഫോളോ ചെയ്യുന്നവർ. അവർക്കൊക്കെ ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. അതാണ്, ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഭഗവാനോട് ഈർഷ്യയും വിദ്വേഷവും അസൂയൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കാനാണ്? എങ്ങനെ ഭഗവാൻ അത് വെളിപ്പെടുത്തി കൊടുക്കും? വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലും അവർക്ക് മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഓക്കെ, ശിലപ്രഭുജി പറയുന്നു, ആരാണോ ഭഗവാന്റെ ആ ഒരു സംഘം ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ കൂടെ ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഈ പറയുന്ന ഭക്തിയുത സേവനങ്ങൾ ഫോളോ ചെയ്തേ മതിയാവൂ. അല്ലാതെ വേറെ ഒരു ഉപായവുമില്ല, വേറെ ഒരു പ്രോസസ്സും അവിടേക്ക് നമ്മളെ എത്തിക്കാൻ പോകുന്നില്ല. അതും ഭഗവാന്റെ രൂപം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്. കാര്യം ഭഗവാന് രൂപമില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ ഭഗവാനെ സേവനം ചെയ്യുന്നതിന് അർത്ഥമില്ല. ആ വ്യക്തിക്ക് സേവനം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നിരാകാര ബ്രഹ്മനെ എങ്ങനെ നമുക്ക് സേവിക്കാൻ സാധിക്കും? അവിടെ പോയി ലയിച്ച് മിണ്ടാതെ കണ്ണടച്ചിരിക്കാം എന്നല്ലാതെ എങ്ങനെ അവിടെ സേവനവും വരുന്നു? സേവനം ഒരു വ്യക്തിക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്. വ്യക്തിയോടാണ്, ഒരു വ്യക്തിയാണ് നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സർവീസസ് ചെയ്യാൻ സാധിക്കുന്നത്, സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ ശൂന്യം അല്ലെങ്കിൽ എല്ലാം ഒന്നും, അല്ലെങ്കിൽ ഒരു വെളിച്ചം, അത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? വെളിച്ചത്തോട് നമുക്ക് എന്ത് സർവീസാണ് ഉണ്ടാവുക? എന്ത് മനോഭാവമാണ് ഉണ്ടാവുക? അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഉപാസന. പരമസത്യത്തെ നമ്മൾ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിഗത രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ആധ്യാത്മിക ലോകങ്ങളിലേക്ക് പ്രവേശനം കിട്ടുന്നത്. ഇല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ എത്തി അവിടെ നിൽക്കും, അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. എന്നാണോ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ജ്ഞാനം വരുന്നത്, അല്ലെ എന്നാണോ നമ്മൾ തിരിച്ചറിയുന്നത് ഈ പരമസത്യത്തെ, അന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള അവസരം കിട്ടുകയുള്ളൂ. അതുവരെ ബ്രഹ്മജ്യോതിയാണെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ അവിടെ നിൽക്കും. എനിവേ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, നമ്മൾ ശുദ്ധഭക്തരുടെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള ആ പരമസത്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് നമ്മൾ ഉപാസന ചെയ്യുന്നത് ആ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനെ വ്യക്തിഗത രൂപത്തിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇതാണ് പെർഫെക്ഷൻ, ഇതാണ് കറക്റ്റായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. ഭഗവാൻ ഒരുപാട് അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച്. ശിലപ്രഭുജിയോട് പറയുന്നു 7ാമത്തെ ചാപ്റ്ററിലും 8ാമത്തെ ചാപ്റ്ററിലും, അതേപോലെ ബാക്കിയുള്ള അധ്യായങ്ങളിലൊക്കെ. ആറാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനവും യോഗിനാമവി സർവേഷാം മദ്ഗതേനന്തരാത്മന ശ്രദ്ധവാൻ ഭജതേയോ മാം സമേ യുക്തോത്തമോ മതഃ. അവിടെയാണ് ഭക്തിയോഗത്തിൻ്റെ തുടക്കം ഭഗവാൻ പറയുന്നത്. അതിനുശേഷം പിന്നെ 7th ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭക്തിയോഗം തന്നെയാണ് ഈ 12ാമത്തെ അധ്യായം കഴിയുന്നത് വരെ ഭഗവാൻ പറയുന്നത്. പിന്നീട് 18ാമത്തെ അധ്യായത്തിലാണ് പിന്നെ വീണ്ടും ഭഗവാൻ അതെല്ലാം കൺക്ലൂഡ് ചെയ്ത അവസാനം ആ ഒരു സാരാംശം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ബ്രഹ്മജ്യോതിയിലേക്ക് പോകുക എന്നുള്ളതല്ല,
നമ്മുടെ ലക്ഷ്യം. അത് നിരാകാര ബ്രഹ്മനെ ഉപാസന ചെയ്യുന്നവർ, അവ്യക്തഗതവാദികൾക്ക് ഉള്ള അവരുടെ ലക്ഷ്യമാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. നമ്മൾ ഉപാസന ചെയ്യുന്നത് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെയാണ്, അത് അതിനപ്പുറത്താണ്. അതുകൊണ്ട് ഇവിടെ അർജുനൻ ക്ലാരിഫൈ ചെയ്യുന്നു, അതിനെ ഒന്നും കൂടെ വ്യക്തമാക്കുന്നു. ആളുകൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നത്. കൃഷ്ണൻ അതിനുള്ള ഉത്തരം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ശ്രീ ഭഗവാനുവാച മൈ ആവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാസ് തേ മേ യുക്ത തമാ മതാഹ. ഒരു ഡിവോട്ടി ആരെങ്കിലും ഒരാൾ ശ്ലോകം വായിക്കാം, ഒരാൾക്ക് ട്രാൻസ്ലേഷൻ, അടുത്ത ആൾക്ക് ഭാവാർത്ഥം. ശ്രീഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്ത ഉപാസതേ ശ്രദ്ധയാ പരയോപേതാസ്തേ മേ യുക്തതമാ മതാഃ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. പരമദിവ്യോത്തമകൃഷ്ണൻ പറഞ്ഞു, എന്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. തന്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തി ശ്രദ്ധയോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചവരെന്ന അർജുനന്റെ ചോദ്യത്തിന് വ്യക്തമായി കൃഷ്ണൻ ഉത്തരം നൽകുന്നു. അങ്ങനെ കൃഷ്ണാവബോധമുറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളില്ല. അയാൾ എല്ലാം കൃഷ്ണാർപ്പണമായാണ് ചെയ്യുന്നത്. ശുദ്ധഭക്തൻ എല്ലായ്പ്പോഴും കൃഷ്ണോപാസനയിൽ ഏർപ്പെട്ടിരിക്കും. ചിലപ്പോൾ അയാൾ ജപിക്കുന്നു, കൃഷ്ണനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ പ്രസാദം പാകം ചെയ്യുന്നു, ചന്തയിൽ പോയി കൃഷ്ണന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ക്ഷേത്രമോ പാത്രങ്ങളോ കഴുകി വെടുപ്പാക്കുന്നു. എന്തു തന്നെ ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാണ്. കൃഷ്ണന് അർപ്പിക്കപ്പെടാത്ത കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഒരു നിമിഷം പോലും അയാൾ പാഴാക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ശരിയായ സമാധി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഭഗവാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുന്നു ഏതാണ് പെർഫെക്റ്റ് എന്നുള്ളത്. കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പറയുന്നു മൈ ആവേശ്യ മനോ യേ മാം. ആരാണോ എന്നിൽ കൃഷ്ണൻ പറയുന്നുണ്ട് മൈ എന്നിൽ ആരാണോ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ മനസ്സിനെ ആവേശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ അവിടെ ഫിക്സ് ചെയ്യുന്നത് ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിൽ. മൈ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ വ്യക്തിഗത രൂപത്തിൽ, അതായത് നിരാകാര ബ്രഹ്മനെയല്ല ഭഗവാൻ പറയുന്നത്, എൻ്റെ വ്യക്തിഗത രൂപത്തിൽ. ആ രൂപത്തിൽ ആരാണോ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും അവിടെ ദൃഢമായിട്ട് അവിടെ ഉറപ്പിക്കുന്നത്, നിത്യയുക്ത ഉപാസതേ, അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ആരാണവനെ ആരാധിക്കുന്നത്. ആ ആരാധന എങ്ങനെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട്, ഭഗവാന്റെ ആ ഒരു സംഘത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം ആഗ്രഹിച്ചുകൊണ്ട് ആ നിരന്തരമായിട്ട് നിത്യമായിട്ട് ഭഗവാനെ ആരാധിക്കുന്നത് ആരാണോ, എന്നെ ആരാധിക്കുന്നത് ആരാണോ, കൃഷ്ണൻ പറയുന്നു ശ്രദ്ധയാ പരയോപേതാസ്, അതായത് വളരെ വിശ്വാസത്തോടു കൂടി അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുന്നു. ശ്രദ്ധയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വളരെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി, അതേപോലെ പൂർണ്ണമായിട്ട് ഉത്സാഹത്തോടു കൂടി അതിന് ശ്രമിക്കുന്നവർ തേമേ യുക്താത്മാ മതാഹ, അങ്ങനെയുള്ളവർ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളവർ. അങ്ങനെയുള്ളവരാണ് എൻ്റെ അനന്യഭക്തർ. അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തേക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വന്നിരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. മനോഹരം. സോ വീണ്ടും ഭഗവാൻ സ്ഥാപിക്കുന്നു ശുദ്ധ ഭക്തർ തന്നെയാണ്, ഭക്തിയുത സേവനങ്ങൾ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൈ ആവേശ്യ മനോ യേ മാം. ഒന്നുകൂടെ പറയുന്നു, ഭഗവാനിൽ പൂർണ്ണമായിട്ടും ആരാണോ, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത രൂപത്തിൽ ആരാണോ മനസ്സ് മുഴുവനും അതിൽ ഉറപ്പിച്ച് ഭഗവാനെ നിത്യയുക്ത ഉപാസത ആരാണോ ആരാധിക്കുന്നത്, പൂർണ്ണമായിട്ടും എല്ലാ സമയത്തും നിത്യവും
ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിൽ അല്ലെങ്കിൽ ആ ഭഗവാന്റെ സംഘം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിത്യമായും ആരാണോ ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി അതിനെ പരിശ്രമിക്കുന്നത് ആത്മാർത്ഥപരമായിട്ട്, അങ്ങനെയുള്ളവർ ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ. അനന്യഭക്തർ അവർ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഉടനെ തന്നെ എത്തും എന്നും ഭഗവാൻ പറയുന്നു. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇതാണ് കൃഷ്ണാവബോധത്തിൽ ഉള്ള വ്യക്തികൾ, ശുദ്ധഭക്തർ ചെയ്യുന്നത്. ശുദ്ധഭക്തരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ശുദ്ധഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്, പ്യുവർ ഡിവോട്ടീസ്. അങ്ങനെയുള്ളവർ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഒരുപക്ഷെ അവർ ഭൗതിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സെങ്ങനെയായിരിക്കും? അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും അവർ ബിസിയായിരിക്കും പല കാര്യങ്ങളിലും. സാധാരണ കർമ്മികൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാം, അവരും ജോലികൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അവരും ഭക്ഷണം കഴിക്കുന്നു, അവരും പാചകം ചെയ്യുന്നു, അവരും വായിക്കുന്നു, അവരും ജോലിക്ക് പോകുന്നു, അവരും നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു. എന്താണ് വ്യത്യാസം? വ്യത്യാസമുണ്ട്, മനസ്സിൽ ഉള്ള ഭാവം വ്യത്യാസമുണ്ട്. ഭക്തർ ചെയ്യുന്നത് ഭഗവാന്റെ സേവനമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ സദാസമയം ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഭഗവാനെക്കുറിച്ച് വായിക്കുന്നു, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, സത്സംഗത്തിൽ ഇരുന്ന് ഭക്തരുടെ കൂടെ ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നു, കേൾക്കുന്നു, കൃഷ്ണകഥ കേൾക്കുന്നു, കൃഷ്ണകഥാമൃതം കേൾക്കുന്നു, ഭഗവാന് വേണ്ടി പാചകം ചെയ്യുന്നു, അതിനുശേഷം ഭഗവാന് ഭോഗ സമർപ്പിക്കുന്നു, ഭഗവാന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി വാങ്ങുന്നതിനെക്കുറിച്ചും ഇവിടെ പറയുന്നു. നമ്മൾ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നതെല്ലാം ആക്ച്വലി ഭഗവാന്റെ സർവീസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. കാര്യം കൊണ്ടുവരുന്ന പച്ചക്കറി ആവട്ടെ, പഴങ്ങളാവട്ടെ, മറ്റുള്ള എന്ത് സാധനമാവട്ടെ, അതെല്ലാം ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭക്തിയുത സേവനമാണ്. അതേപോലെ ശീലപ്രഭുപാദി പറയുന്നു, പാത്രങ്ങൾ കഴുകുന്നതാണെങ്കിലും വീട് വൃത്തിയാക്കുന്നതാണെങ്കിലും ഇതെല്ലാം സേവനമാണ്. ഈ വീട്, നമ്മളിരിക്കുന്ന വീട് ഭഗവാന്റെ വീടാണെന്ന് വിചാരിച്ച് നമ്മൾ അവിടുത്തെ അന്തേവാസികൾ മാത്രമാണ്. നമ്മളാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ട ആൾക്കാർ. നമ്മൾ ഭഗവാന്റെ സേവകരാണ്, ബോസ് ഭഗവാനാണ്. അതുകൊണ്ട് എൻ്റെ ജോലി ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി ഭഗവാന് കൊടുക്കുന്നു, ഇതാണ് എൻ്റെ ജോലി. ആ ഭാവത്തിൽ ചെയ്യുന്നവർ പൂർണ്ണമായിട്ടും അവർ ചെയ്യുന്നത് ഭക്തിയുത സേവനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് സമാധി എന്ന് ഇവിടെ പറയുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്തിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഭക്തിയുടെ ആ ഒരു പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് സന്യാസികൾക്കോ ബ്രഹ്മചാരിമാർക്കോ അല്ലെങ്കിൽ കാട്ടിൽ പോയി ഉപാസന ചെയ്യുന്നവർക്കോ ധ്യാനിക്കുന്നവർക്കോ മാത്രമല്ല, ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർക്കും സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? ഇങ്ങനെയാണ് സാധിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കും സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിക്കും റിസൾട്ടൊക്കെ അവരും ഉപാസന ചെയ്യുന്നുണ്ടാവും, അവർ ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ആർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ടുപേർക്കും ഒരേപോലെയാണ് അവസരമുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവം, ഹൃദയത്തിലുള്ള ആ ഒരു മനോഭാവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ ഭഗവാന്റെ സേവനമാണെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ആശ്രമം മാറേണ്ട ആവശ്യമില്ല. ഏതാശ്രമത്തിലാണോ നമ്മളുള്ളത്, ഈ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഉപാസന ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ശ്ലോകം 3ഉം 4ഉം. യേത്വ അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്രാഗം അചിന്യം ച കൂട്ടസ്ഥം അചലം ധ്രുവം സന്നിയാമേന്ദ്രിയാഗ്രാമം സർവത്ര സമബുദ്ധയാ ത്രേ പ്രാപ്നുവന്തി മാം ഏവ
സർവഭൂതാഹിതേ രതാഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. ഏത്വക്ഷരമനിർദ്ദേശ്യ അവ്യക്തം പര്യുപാസതേ സർവത്രാഗമചിന്യം ച കൂടസ്ഥാമജലം ധ്രുവം. ശ്ലോകം 4. തന്നിയേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രഥാഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. വായിക്കണ്ടേ പ്രഭു? ശ്ലോകം വായിച്ചോട്ടെ? വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. ശീലപ്രഭുപാദിജി. എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവ്വജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതുമായതിനെ നിരപേക്ഷ തത്വത്തിന്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനെ നേരിട്ട് ആരാധിക്കാതെ പരോക്ഷമായ പ്രക്രിയകളിൽ കൂടി അതേ ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുന്നവരും ഒടുവിൽ അതേ ലക്ഷ്യത്തിൽ ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരുന്നു. ജ്ഞാനി അനേക ജന്മങ്ങൾക്കു ശേഷം സർവവും വാസുദേവൻ തന്നെ എന്നറിഞ്ഞ് എന്നെ ആശ്രയിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുന്നു. എണ്ണമറ്റ ജനനങ്ങൾക്കു ശേഷം ജ്ഞാനം പൂർണ്ണമാകുമ്പോഴാണ് ഒരാൾ ഭഗവാൻ കൃഷ്ണന് സ്വയം സമർപ്പിക്കുന്നത്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കൂടിയാണ് ഒരാൾ പരമപുരുഷനെ സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും സകലർക്കും സേവനം നടത്തുകയും സർവ്വജീവികളുടെയും ക്ഷേമപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും വേണം. പൂർണ്ണമായ സാക്ഷാത്കാരം കൃഷ്ണനെ സമീപിക്കുന്നത് കൊണ്ടേ നേടാൻ കഴിയൂ എന്നാണ് ഇതിലെ സൂചന. അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ ആത്മാർപ്പണത്തിന് മുൻപ് പലപ്പോഴും ഒരാൾക്ക് ഏറെ തപസ്യകൾ അനുഷ്ഠിക്കേണ്ടി വരാം. ജീവാത്മാവിൽ പരമാത്മാവിനെ ദർശിക്കുന്നതിനായി ശ്രവണം, ആസ്വാദനം, പ്രവർത്തനം, ദർശനം തുടങ്ങിയ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിക്കണം. അപ്പോൾ പരമാത്മാവിന്റെ സാന്നിധ്യം എവിടെയും ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അനുഭവപ്പെട്ടാൽ പിന്നെ യാതൊരു ജീവിയോടും മത്സരം ഉണ്ടാവുകയില്ല. മനുഷ്യനും മൃഗത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും അവർ കൽപ്പിക്കുന്നില്ല. കാരണം പുറംചട്ടയല്ല, ആത്മാവിനെയാണ് അവർ കാണുന്നത്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഇത്തരം വ്യക്തിശൂന്യ സാക്ഷാത്കാരം വളരെ പ്രയാസമാണ്. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ പറയുന്നു, വ്യക്തിശൂന്യവാദികൾക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അവ്യക്തഗത രൂപം, അതായത് ബ്രഹ്മജ്യോതിയെ ആരാധിക്കുന്നവർ, ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവർ, ഭഗവാൻ പറയുന്നു ഇവിടെ, അതായത് അവസാനം അവർ പല രീതിയിലും ഭഗവാനെ അല്ലെങ്കിൽ ആ വ്യക്തിഗത അല്ലെങ്കിൽ ആ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നിരപേക്ഷ സത്യത്തെ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നു, അവർ തീർച്ചയായിട്ടും ആ ഭഗവാന്റെ ആ ഒരു അതായത് ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരുടെ ധാരണ, അവർ ധരിക്കുന്നത് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, അദ്ദേഹത്തെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെയാണ് അവരുടെ കൺസെപ്റ്റ്. ശരിയാണ്, ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, സംശയമില്ല, ഭഗവാൻ ഓരോ ചരാചരങ്ങളിലും ഉണ്ട്. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ അത് പൂർണ്ണമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഭഗവാന് രണ്ട് രൂപങ്ങളുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. ഒന്ന് വ്യക്തിപരമായിട്ടുള്ള രൂപമുണ്ട്, അവ്യക്തമായിട്ടുള്ളൊരു രൂപമുണ്ട്. രണ്ടുമുണ്ട് ഭഗവാന്. ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആയിട്ടുള്ള ഭഗവാന്റെ തന്നെ രൂപമാണ്. എന്നാൽ ഭഗവാന് പേഴ്സണൽ രൂപമുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കുന്നവരാണ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു പരമസത്യത്തെ ശരിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. ഇവിടെ പറയുന്നു, അവ്യക്തഗതവാദം അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ പല രീതിയിലും അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരുപാട് യജ്ഞങ്ങൾ, ഒരുപാട് തപസ്യകളൊക്കെ ചെയ്തുകൊണ്ട് അവർ പല രീതിയിലും ഭഗവാനെ അല്ലെങ്കിൽ ആ അവ്യക്തഗതമായിട്ടുള്ള ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയെ ആരാധിച്ച് അവർ ഉപാസനകൾ ചെയ്യുന്നു അവരുടേതായിട്ടുള്ള രീതിയിൽ. അങ്ങനെ അവസാനം അവർ എന്നിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നും പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ബ്രഹ്മൻ ഉപാസന ചെയ്യുന്നവർ, ഈ പറയുന്ന അവ്യക്തഗതവാദികൾ, അവരും അവസാനം ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് അവരും പോവും.
ഒരു ദിവസം അവരും പോവും. കാര്യം അവിടെ പോയി ഇരിക്കുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. ബ്രഹ്മജ്യോതി ലയിക്കുക എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അത് പറയുമ്പോൾ അത് ആധ്യാത്മിക ലോകത്തിൻ്റെ തുടക്കമാണ്. എന്നാലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പല ശാസ്ത്രങ്ങളിലും പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, അവിടെ കുറേ കാലങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ നിന്ന് നമ്മൾ, അതായത് അവിടെ ഡോർമൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ആയതുകൊണ്ട്, സേവനങ്ങളില്ലാത്തത് കൊണ്ട് വീണ്ടും ഒരുപക്ഷെ ചിലപ്പോൾ തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരും എന്ന് പറയുന്നു. പക്ഷെ ഒരു പ്രാവശ്യം അവർ അവിടെ പോയി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും അതല്ല, അവർ റിയലൈസ് ചെയ്യും. കാര്യം അവിടെ പോവുക എന്ന് പറയുന്നത് തന്നെ സാധാരണ ആളുകൾക്ക് സാധിക്കുന്നില്ല, അതീന്ദ്രിയ തലത്തിലുള്ള കാര്യമാണതും. അങ്ങനെ പോയി തിരിച്ചു വന്നവർ തീർച്ചയായിട്ടും ഭക്തിയുത സേവനങ്ങൾ ഉടനെ തന്നെ അവർ ടേക്കപ്പ് ചെയ്യും. അതിന് സംശയമില്ല. ഒരുപക്ഷെ നമ്മളിൽ പലവരും ഒരുപക്ഷെ അവിടെ വരെ പോയിട്ടും ഉണ്ടാവും. സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പറയാൻ സാധിക്കില്ല, നമുക്കറിയില്ല. എന്താണെങ്കിലും അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരും ഇൻഡയറക്റ്റ്ലി അവസാനം ഭഗവാനിലേക്ക് അവരും എത്തുന്നു. അപ്പോൾ ഡയറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരുപക്ഷെ ഇങ്ങനെ പോയി അവർ ബ്രഹ്മജ്യോതിയിലൊക്കെ പോയി കുറേ കാലം ഇരുന്ന് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഭക്തിയുത സേവനങ്ങൾ അവർ എടുത്തതിന് ശേഷം ചെയ്തു തുടങ്ങുന്നതിന് ശേഷം പിന്നെ അവർ ഭഗവാന്റെ വ്യക്തിഗത രൂപത്തെ ആരാധിച്ചുകൊണ്ട് ഭഗവാന്റെ ലോകങ്ങളിലേക്ക് പോകുന്നു. അതാണ് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനമാം അപ്രപത്യതേ വാസുദേവം സർവമിതി സ മഹാത്മാ സുദുർലഭ. ഭഗവാൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള മഹാത്മാക്കൾ സുദുർലഭമാണ്. ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന വ്യക്തികൾ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന അവസരമാണെന്ന് പറയുന്നു. അപ്പോൾ ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ ഇതാണ് പറയുന്നത് നമ്മളോട്. അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും, എന്നാൽ ഭഗവാന്റെ ആ വ്യക്തിരൂപത്തെ ആരാധിക്കാത്തവരും ഇൻഡയറക്റ്റ്ലി ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഭഗവാനിലേക്ക് തന്നെ അവരെത്തിച്ചേരും, ഇന്നല്ലെങ്കിൽ നാളെ അവരെത്തും, അത് ഉറപ്പാണ് എന്നുള്ളത്. പിന്നെ ഈ പരമസത്യത്തെ മനസ്സിലാക്കുന്ന, അതായത് ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലായിടത്തും എല്ലാവരിലും ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കാണുന്നു, ഭഗവത് സ്വരൂപത്തെ കാണുന്നവരുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ അവർ ആ ഒരു അവ്യക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇംപേഴ്സണലിസം ഫോളോ ചെയ്യുന്നവർ അവർ ആക്ച്വലി ഭഗവാനെ എല്ലായിടത്തും കാണുന്നു, വ്യക്തികളിലും ചരാചരങ്ങളിലൊക്കെ കാണുന്നു. കാര്യം അവരാണ് പറയുന്നത് ഇതിന് രൂപമില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ. പക്ഷേ അദ്ദേഹത്തിന് ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും രൂപമുണ്ടെന്നും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൂ. എന്നാലും ഇവരും ഈ പറയുന്ന കാറ്റഗറിയിലുള്ളവരും തീർച്ചയായിട്ടും അതീന്ദ്രിയവാദികൾ തന്നെയാണ്. അവർ സാധാരണ ആളുകളല്ല. നമ്മൾ കാണുമ്പോൾ ആ ഒരു കമ്പാരിസൺ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അവരും അതീന്ദ്രിയവാദികളാണ്. എന്നാൽ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ദിവസം അവർക്കും അറിവ് കിട്ടിയതിന് ശേഷം വാസുദേവം സർവമിതി സ മഹാത്മാ, അങ്ങനെയുള്ള ദുർലഭരായിട്ടുള്ള മഹാത്മാക്കൾ ആയി മാറുന്നു. അവരും പിന്നെ ഭഗവാനെ ഉപാസന ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ വീണ്ടും ക്ലാരിഫൈ ചെയ്യുന്നു ഏതാണ് ശരിയായിട്ടുള്ള വഴി, അല്ലെങ്കിൽ ഇതിൽ വെച്ച് രണ്ടിൽ വെച്ച് ഏതാണ് നല്ലതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ ക്ലിയറായിട്ട് പറയുന്നു, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഭക്തരാണ്, അവരാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. 5. ക്ലേശോദിഗതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിർ അവാപ്യത്തെ. ഒരാൾ ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ക്ലേശോധികരതസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഹരേ കൃഷ്ണ. താങ്ക് യു. വിവർത്തനം വായിക്കട്ടെ പ്രഭുജി. വായിക്കൂ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീലപ്രഭാതിക്കേജ്. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തി ചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. ഭാവാർത്ഥം.
ഭഗവാന്റെ അവ്യക്തവും അചിന്യവും അവ്യക്തഗതവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികളെന്ന് പറയുന്നു. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികളെന്നും വിളിക്കുന്നു. ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിർവചിക്കുകയാണിവിടെ. രണ്ടിന്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയെങ്കിലും ജ്ഞാനയോഗത്തിന്റെ വഴി പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ നേരിട്ടുള്ള ഭഗവത് സേവനമാകിയാൽ നിഷ്പ്രയാസവും അത് ശരീരധാരിയായ ജീവാത്മാവിന് തികച്ചും സ്വാഭാവികവുമാണ്. സ്മരണാതീതകാലം മുതലേ ശരീരബദ്ധനാണ് ജീവാത്മാവ്. അതുകൊണ്ട് താൻ ശരീരമല്ലെന്ന് വെറുതെ സൈദ്ധാന്തികമായി മനസ്സിലാക്കാൻ ഈ ജീവാത്മാവിന് പ്രയാസമുണ്ട്. മനസ്സിലുറച്ച ശരീരകൽപ്പനയ്ക്ക് അനുയോജ്യമാകും വിധം ഭക്തിയോഗി കൃഷ്ണ വിഗ്രഹത്തെ ആരാധ്യമായി കരുതുന്നു. പരമദിവ്യോത്തമ പുരുഷനെ ഭഗവത് രൂപത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നത് തീർച്ചയായും പ്രതിമാ പൂജയല്ല. പരമപുരുഷനെ സഗുണനായും നിർഗുണനായും ഗുണങ്ങളോടുകൂടിയും അല്ലാതെയും സങ്കല്പിച്ച് ഉപാസിക്കാമെന്ന് വൈദിക സാഹിത്യങ്ങൾ തെളിവുകളുണ്ട്. അമ്പലത്തിൽ വെച്ച് ചെയ്യുന്നത് സഗുണ ആരാധനയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഭഗവാൻ ഭൗതികങ്ങളായ ഗുണങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. പക്ഷെ ഭൗതിക ദ്രവ്യങ്ങളായ കല്ലോ മരമോ ചായമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭഗവത് രൂപം വാസ്തവത്തിൽ ഭൗതികമല്ല. പരമപുരുഷന്റെ നിരപേക്ഷ ഭാവമാണിത്. സാമാന്യമായൊരു ഉദാഹരണം പറയാം. തെരുവിൽ പലയിടത്തും തപാൽ പെട്ടികൾ കാണാം. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുന്നു. എന്നാൽ തപാൽ പെട്ടികളെന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുമുണ്ട്. അതിനെ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നു. ഈ അർച്ചാ വിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഈശ്വരൻ അതിലൂടെ സേവനത്തെ സ്വീകരിക്കും. ഭഗവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ബദ്ധ ജീവാത്മാക്കൾക്ക് സൗകര്യപ്പെടുമാറ് അർച്ചാ വിഗ്രഹമെന്ന് തന്റെ അവതാരത്തിലൂടെ അദ്ദേഹത്തിന് ഭക്തന്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിച്ചോളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ താമസം വിന പരംപുരുഷനെ നേരിട്ട് സമീപിക്കാൻ ഭക്തന് പ്രയാസമില്ല. അവ്യക്തിഗത മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. അവർ അവ്യക്തമായ പരമതത്വത്തിന്റെ പ്രാതിനിധ്യത്തെ ഉപനിഷത്തുകൾ മുതലായ വൈദിക സാഹിത്യങ്ങളിൽ നിന്ന് പഠിച്ചറിയണം. ആ ഭാഷ പഠിക്കുകയും അതീന്ദ്രിയങ്ങളായ ഭാവങ്ങളെ ഗ്രഹിക്കുകയും ഈ പ്രക്രിയകളെയെല്ലാം സാക്ഷാത്കരിക്കുകയും വേണം. സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഇത്. കൃഷ്ണാബോധം ഉൾക്കൊണ്ട് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ഭഗവത് ഭവങ്ങൾ കേൾക്കുകയും വിശ്വാസ്യനായ ഒരു ആധ്യാത്മികാചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും കൃഷ്ണ വിഗ്രഹത്തിനു മുന്നിൽ പതിവായി പൂജാപ്രണാമങ്ങൾ നടത്തുകയും ഭഗവാന് നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നിഷ്പ്രയാസം ഭഗവത് സാക്ഷാത്കാരം നേടാം. വ്യക്തിശൂന്യവാദികൾ അതിവിഷമമായൊരു വഴിയാണ് ആവശ്യമില്ലാതെ സ്വീകരിക്കുന്നത് എന്നതിൽ സംശയമില്ല. എന്നിട്ടും അവസാനം നിരപേക്ഷ തത്വത്തിന്റെ സാക്ഷാത്കാരം അവർക്ക് സാധ്യമായില്ലെന്ന് വരാം. എന്നാൽ സഗുണോപാസകർക്ക് അത്തരം ക്ലേശങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സമീപിക്കാം. ഭഗവാന് സ്വയം സമർപ്പിക്കലാണ് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സമർപ്പണത്തിന്റെ പ്രക്രിയയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. അതിന് പകരം എന്താണ് ബ്രഹ്മം, ബ്രഹ്മമല്ലാത്തതെന്ത് എന്നെല്ലാം ഗ്രഹിക്കുവാൻ പാടുപെട്ടുകൊണ്ട് ജീവിതം ഒടുക്കുന്നതിന്റെ ദുഷ്ഫലത്തെ പറ്റി ഭാഗവതം പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്യന്തിക പ്രാപ്തിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുള്ളതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഈ ക്ലേശകരമായ വഴി സ്വീകരിക്കരുതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത ഉപദേശിക്കുന്നതും. ജീവസത്ത അനശ്വരനായ ഒരു ജീവാത്മാവാണ്. ആധ്യാത്മിക സമ്പൂർണതയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ മൗലിക പ്രകൃതിയിലെ സജ്ജിത് ഭാവങ്ങളെ ആ ജീവാത്മാവ് സാക്ഷാത്കരിച്ചേക്കാം. ആനന്ദഭാവത്തെ അങ്ങനെ സാക്ഷാത്കരിക്കാനാവില്ല. ജ്ഞാനയോഗ പ്രക്രിയയിൽ വേണ്ടത്ര അറിവ് നേടിയ ആ അതീന്ദ്രിയവാദി ഏതെങ്കിലും ഒരു ഭക്തന്റെ അനുഗ്രഹത്താൽ ഭക്തിപൂർവകമായ സേവനത്തിന്റെ മുനമ്പിലെത്തിയെന്ന് വരാം. അപ്പോഴും വ്യക്തിശൂന്യവാദത്തെ ഏറെക്കാലം മാനിച്ചു പോന്ന അയാൾക്ക് ആ ആശയം ഉപേക്ഷിക്കാനാവാതെ പ്രയാസം നേരിടും. അങ്ങനെ ശരീരസ്ഥനായ ഒരു ജീവന് അവ്യക്തവുമായുള്ള ബന്ധം പരിശീലന വേളയിലും സാക്ഷാത്കാരത്തിലും കുഴപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓരോ ജീവാത്മാവും ഭാഗികമായി സ്വതന്ത്രനാണ്. ഈ അവ്യക്തമായ സാക്ഷാത്കാരം തന്റെ ആത്മീയ ആനന്ദഭാവത്തിനെതിരെ
എതിരാണെന്ന് ഒരാൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രക്രിയ സ്വീകാര്യമല്ല. തികച്ചും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടേണ്ടുന്ന കൃഷ്ണാബോധത്തിന്റെ വഴിയാണ് ഏതൊരു ജീവാത്മാവിനും ഉത്തമമായ മാർഗം. ഭക്തിയുത സേവനത്തെ അവഗണിക്കൽ നാസ്തിക തത്വത്തിലേക്ക് നയിച്ചേക്കാം. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവ്യക്തവും അചിന്ത്യവും ഇന്ദ്രിയഗോചരമല്ലാത്തതുമായ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരു കാലത്തും വിശേഷിച്ചും ഇക്കാലത്തെ പ്രോത്സാഹിപ്പിച്ചുകൂടാ. കൃഷ്ണൻ അത് ഉപദേശിച്ചിട്ടില്ല. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു. ക്ലേശോധികാര തേഷാം ഭഗവാൻ പറയുന്നു, അതായത് അവ്യക്തവാദികളെ കുറിച്ചാണ് പറയുന്നത്. അവ്യക്താസക്ത ചേതസാം, അവ്യക്തഗതവാദികൾ അവർ ഭഗവാന് രൂപമില്ല എന്ന് വിചാരിക്കുന്നവർ, ഭഗവാന്റെ ബ്രഹ്മജ്യോതിയെ മാത്രം ആരാധിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ വഴി പറയുന്നു ക്ലേശമുണ്ടാവും, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള പാതയാണ് എന്നാണ് പറയുന്നത്. അവ്യക്ത ഹി ഗതിർ ദുഃഖം. പിന്നീട് പ്രോഗ്രസ്സിന് വേണ്ടി ഗതി അല്ലെങ്കിൽ പ്രോഗ്രസ് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. ദേവവദ്ബീർ അവാപ്യതേ, അതായത് നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആ പരമലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈവൻ അവ്യക്തഗതവാദികൾക്ക് അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ രീതികൾ ഒരുപാട് ക്ലേശങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്, എളുപ്പമുള്ളതല്ല. ഭക്തിയോഗമാണെങ്കിൽ ഡയറക്റ്റ് പ്രോസസ്സാണ്. ജ്ഞാനയോഗമാണ് ഈ പറയുന്ന അവ്യക്തഗതവാദികൾ സാധാരണ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ആക്ച്വലി അവസാനം ഭഗവാനിലേക്ക് എത്തുമായിരിക്കും, എന്നാൽ അത് വളഞ്ഞ വഴിയാണ്. അതാണ് പറയുന്നത്, ഡയറക്റ്റ് അല്ല. ഡയറക്റ്റ് പ്രോസസ്സ് ഏതാണ്? ഭക്തിയോഗമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ രൂപത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ നേരിട്ട് സേവനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ഭാവത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ജ്ഞാനയോഗികളാണെങ്കിൽ എന്നാൽ ഭഗവാൻ ഒരുപാട് ഊഹാപോഹങ്ങൾ നടത്തി ആ രൂപമില്ല, അങ്ങനെയാണ്, അവ്യക്തമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം കൺഫ്യൂഷനാവും. ഒരുപാട് സമയമെടുക്കും അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാനും. അതാണ് ഇവിടെ ഭഗവാൻ നേരിട്ട് പറയുന്നു, അത് കുറച്ച് ക്ലേശം നിറഞ്ഞ വഴിയാണ്, അതുകൊണ്ട് ആ വഴി സ്വീകരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ടുള്ള വഴി, എളുപ്പമുള്ള മാർഗം ഭക്തിയോഗം സ്വീകരിച്ചാൽ മതി എന്നാണ് ഭഗവാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിർഗുണ ബ്രഹ്മനെ ആരാധിക്കുന്നത് വളഞ്ഞ വഴിയാണ്, മാത്രമല്ല ക്ലേശകരമായിട്ടുള്ള വഴിയാണ്. ശരിയാണ്, അതും ഭഗവാന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭഗവാന് അവ്യക്തരൂപവും വ്യക്തിരൂപവും ഉണ്ട്. എന്നാൽ പരിപൂർണമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭഗവാൻ എന്നാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഇൻകംപ്ലീറ്റ് ആണ് അവർ മനസ്സിലാക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ശീല പ്രഭുപാദി ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഭക്തിയോഗം എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ് എളുപ്പമുള്ള മാർഗം. കൃഷ്ണാവബോധം, ഭക്തിയുത സേവനങ്ങൾ എന്താണോ നമ്മുടെ ആധ്യാത്മിക ഗുരു പറഞ്ഞു തരുന്നത്, അദ്ദേഹം പറയുന്നതനുസരിച്ച് ശ്രീമൂർത്തി വിഗ്രഹ ആരാധനകളൊക്കെ ചെയ്ത് ഭഗവാനെക്കുറിച്ച് കേട്ടുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവാന്റെ മഹാപ്രസാദം കഴിച്ചുകൊണ്ട്, അങ്ങനെ ഭക്തി സേവനങ്ങൾ ചെയ്ത് കീർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നവർക്ക് മാർഗം എളുപ്പമാണ്. അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ തന്നെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. എന്നാൽ ജ്ഞാനയോഗം എന്ന് പറയുന്നത് വളഞ്ഞ വഴിയാണ്. അതും ഒരു മാർഗമാണ്, മാർഗമല്ല എന്ന് പറയുന്നില്ല. ഈസി ആയിട്ടുള്ള മാർഗം, ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം ഭക്തിയോഗമാണ്. പിന്നെ വേറൊരു അപകടം കൂടെ ഇവിടെ പറയുന്നു. ചില സമയങ്ങളിൽ ഇത് ക്ലേശകരമായിട്ടുള്ള മാർഗമാവുമ്പോൾ, അതായത് ഒരുപാട് കാലങ്ങൾ അതിൻ്റെ പുറകിൽ നിൽക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഭക്തിയോഗമാണെങ്കിൽ ഡയറക്റ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് അനുഭവത്തിൽ വരും. എന്നാൽ ജ്ഞാനയോഗത്തിൻ്റെ മാർഗം ഒരുപാട് ജ്ഞാനം ശേഖരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. പിന്നെ ഇതേപോലെ ഊഹാപോഹങ്ങൾ നടത്തി ആകെ കൺഫ്യൂഷനായി ആകെ വേറെ രീതിയിലൊക്കെ പോകും. പിന്നെ എന്ത് സംഭവിക്കും? ചിലപ്പോൾ
ശീലപ്രഭാജി പറയുന്ന പോലെ ഒരു അപകടം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരുപാട് സമയവും ക്ലേശങ്ങളൊക്കെ വരുന്ന സമയത്ത് അവസാനം ചിലപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പാതയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഈവൻ ജ്ഞാനയോഗത്തിൽ നിന്ന് മാറി അവസാനം നിരീശ്വരവാദത്തിലേക്ക് ചിലപ്പോൾ എത്തിപ്പോവും. കാര്യം ഇത് എവിടെയും എത്താത്തൊരു അവസ്ഥ വരുമ്പോൾ, എവിടേക്കും പോകുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവസാനം ചിലപ്പോൾ ഉള്ളതും കൂടെ ഇല്ലാതെയാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അപകടം ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ റെക്കമെൻഡ് ചെയ്യുന്നു, അതുകൊണ്ട് ജ്ഞാനയോഗമല്ല ഭക്തിയോഗം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ചും കലിയുഗത്തിലുള്ള നമുക്ക് ധ്യാനിക്കാനോ അങ്ങനെയുള്ള ഉപാസനകളൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കുന്നതല്ല. ഇവിടെ കലിയുഗത്തിലെ ആളുകൾക്ക് പ്രായണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജന മന്ദ സുമന്ത മതയോ മന്ദഭാഗ്യ ഉപദ്രത. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള പ്രോസസ്സ് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആക്ച്വലി ഏറ്റവും എളുപ്പമുള്ള പ്രോസസ്സും ഡയറക്റ്റായിട്ടുള്ള പ്രോസസ്സുമാണ്. അത് ഭഗവാൻ നമുക്ക് നാമജപത്തിലൂടെയും ശ്രവണത്തിലൂടെയും നമുക്ക് തരുവാണ് ചെയ്യുന്നത്. അതേപോലെ ഭഗവാനെ ആരാധിക്കുന്നു. ശ്രീമൂർത്തി വിഗ്രഹ ആരാധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശിലപ്രഭാജി അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ ആക്ച്വലി നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കൾക്ക് അദ്ദേഹത്തെ സേവിക്കുവാൻ വേണ്ടി ഒരവസരം തരുവാണ്. എങ്ങനെ? അർച്ചവിഗ്രഹത്തിലൂടെ. ഭഗവാൻ അർച്ചവിഗ്രഹമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു. ശിലപ്രഭാജിയുടെ ഒരു ഉദാഹരണം പറയുന്നു. അതായത് ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയും. ഇന്നത്തെ കാലത്ത് വഴിയിൽ പോസ്റ്റ് ബോക്സുകൾ കാണില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ അറിയാം പോസ്റ്റ് ബോക്സിനുള്ള പ്രാധാന്യം. അപ്പോൾ പോസ്റ്റ് ബോക്സ് ഒരുപാടുണ്ടാവും. അതിൽ ചില പോസ്റ്റ് ബോക്സ് ഓത്തൻറ്റിക് ആയിരിക്കും, ചില പോസ്റ്റ് ബോക്സ് ഉള്ളതായിരിക്കില്ല. ഇപ്പോൾ ശിലപ്രഭാജി പറയുന്നു, ശരിയായിട്ടുള്ള പോസ്റ്റ് ബോക്സിലാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് കത്തെത്തിയിരിക്കും. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് കൊണ്ടിടുവാണെങ്കിൽ അത് അവിടെ എത്തില്ല. അതേപോലെ ഇതൊരു എക്സാമ്പിളായിട്ട് ശിലപ്രഭാജി പറയുന്നു എന്ന് മാത്രം. അതായത് അർച്ചവിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അവതാരമാണ്. അർച്ചവിഗ്രഹം ഒരു അവതാരമാണ് ഭഗവാന്റെ. കാര്യം ഇവിടെയുള്ള ആളുകൾക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് ഭൗതികമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ചതേ കാണാൻ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ രൂപം ഭൗതികമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ആ രൂപത്തെ നേരിട്ട് കാണാനുള്ള കാഴ്ച നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. എന്താണ് ആ രൂപം? അതാണ് അർച്ചവിഗ്രഹം. അതുകൊണ്ടാണ് ഈ ഒരു ആരാധന ശിലരൂപ ഗോസ്വാമി 5 പ്രധാനപ്പെട്ട വൈദിക സാധന ഭക്തിയിൽ ഭക്തിരസാമൃത സിന്ധുവിൽ 64 കാര്യങ്ങൾ പറയുന്നു. അതിൽ എന്നിട്ട് അവസാനം 5 ആക്കി അദ്ദേഹം ചുരുക്കി പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുന്നു. അതിൽ വരുന്നു ശ്രവണം, അതായത് ഭാഗവത ശ്രവണം, നാമജപം, അതേപോലെ ശ്രീമൂർത്തി വിഗ്രഹ ആരാധന വരുന്നുണ്ട്. ഭഗവാന്റെ അർച്ചവിഗ്രഹ ആരാധനയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അർച്ചവിഗ്രഹ ആരാധന തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഭക്തിയിൽ. അർച്ചവിഗ്രഹം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്, ഭഗവാന്റെ അവതാരമാണ് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ ആരാധന ചെയ്യേണ്ടത്. സാക്ഷി ഗോപാലിൻ്റെ കഥയിൽ നമുക്കറിയാം ഭഗവാൻ എങ്ങനെയാണ് സാക്ഷി പറയാൻ വേണ്ടി ഭഗവാൻ പോകുന്നത്. പദ്മ്യാം ചലന്യാ പ്രതിമാസ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി സദാഹഗമ്യം ദേശം യയോ വിപ്രകൃതേ ദുർഭേദം തം സാക്ഷി ഗോപാലമഹം നതോസ്മി. പദ്മ്യാം ചലന്യാ പ്രതിമാസ്വരൂപോ, പ്രതിമയായിട്ടുള്ള, അതായത് ഭഗവാന്റെ രൂപം, പ്രതിമ, ഭഗവാന്റെ ആ മൂർത്തി 2 കാലുകൾ കൊണ്ട് പദ്മ്യാം ചലൻ യാ പ്രതിമാ സ്വരൂപോ, ഭഗവാന്റെ പ്രതിമ നടക്കുകയാണ് 2 കാലും വെച്ച്. ബ്രഹ്മണ്യദേവോ ഹി സദാഹഗമ്യം. എത്ര ദിവസം നടന്നു ഭഗവാൻ? ബ്രഹ്മണ്യദേവോ ഭഗവാൻ ശതാഹഗമ്യം 100 ദിവസങ്ങൾ നടന്നു എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണന്റെ പുറകിൽ നടക്കുന്നു, സാക്ഷി പറയാൻ വേണ്ടി പോവാണ്. പ്രതിമ, ഭഗവാന്റെ വിഗ്രഹം നടക്കുന്നു 100 ദിവസം. ദേശം യയോ വിപ്രകൃതേദ്ഭുദേഹം.
ആ ബ്രാഹ്മണന് വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണോ സാക്ഷി പറയാൻ പോകുന്നത്, ആ വിപ്ര, ആ ബ്രാഹ്മണന് വേണ്ടി അദ്ദേഹം നടന്നു പോകുന്നു. തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചൈതന്യ ചരിതാമൃതത്തിൽ സാക്ഷി ഗോപാലൻ്റെ ആ ഒരു അധ്യായം പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ സാക്ഷി ഗോപാലൻ്റെ പ്രണാമന്ത്രമാണ് പറയുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. പദ്മ്യാം ചലന്യാ പ്രതിമാസ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി സദാഹഗമ്യം ദേശം യഹോ വിപ്രകൃതേദ്ബുദേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. ഈ ശ്ലോകത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു കഥയിൽ നിന്ന് നമുക്കറിയാം, ഭഗവാൻ നടന്നു പോകുന്നു. പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം, അർച്ചവിഗ്രഹം നടന്നു പോവുകയാണ് സാക്ഷി പറയാൻ വേണ്ടി. അപ്പോൾ അർച്ചവിഗ്രഹം നമ്മൾ പ്രതിമയായിട്ട്, വെറും പ്രതിമയായിട്ട് കാണുന്നുവെങ്കിൽ പ്രതിമയായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ അതിൽ ഭഗവാനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇതേപോലെ ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ വർത്തമാനം പറയും, ചിലപ്പോൾ പലതും. ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കഥകൾ. വൃന്ദാവനത്തിൽ കുറച്ച് വർഷങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള തന്നെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, റിയൽ ആയിട്ടുള്ളത്. ഇതെല്ലാം ഒന്നും കൂടെ ഈ ഒരു അർച്ചവിഗ്രഹങ്ങൾ സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു ബിംബമല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് കഥകളുണ്ട്. ഗൗരിദാസ് പണ്ഡിറ്റിൻ്റെ, ഗൗരനിത്തായുടെ കഥയുണ്ട്. ഭീഷിമ എന്ന് പറയുന്ന വൃന്ദാവനത്തിലൊരു ശുദ്ധഭക്തി ഉണ്ടായിരുന്നു, അവരുടെ ഗൗരനിത്തായിയുടെ കഥയുണ്ട്. പിന്നെ സാക്ഷി ഗോപാലിൻ്റെ കഥയുണ്ട്. ഇതേപോലെ ഒരുപാട് കഥകളുണ്ട്. കഥകൾ വെറുതെയുള്ള കഥകളല്ല, ഒറിജിനൽ കഥകളാണ്. വേറെ സാക്ഷി ഗോപാലിൻ്റെ കഥ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കഥകൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യാം. മനോഹരമാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരമാണ് അർച്ച വിഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു ഭാവത്തിലായിരിക്കണം നമ്മൾ അമ്പലത്തിൽ പോകുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും. വീട്ടിലുള്ള ഭഗവാനാണെങ്കിലും അതെല്ലാം ആ ഒരു ഭാവത്തോടുകൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്രൊക്കേഷൻ ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഹരേ കൃഷ്ണ. താങ്ക് യു. श्रीमद् भगवद गीता की जाए, जगत गुरु शिला प्रभुपाद की जाए, समवेद गौर भक्त वृंद की जाए, गौड़ीय गुरु वृंद की जाए, निताय गौर प्रेमानंदे. ഹരി ബോൾ. താങ്ക് യു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്ലോകം 6-7 നോക്കാം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭുജി. പ്രണാമം. പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. പ്രണാം. പ്രഭുജി താങ്ക് യു. പ്രണാമം. താങ്ക് യു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരോടും നന്ദി പറയുന്നു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ വച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശില പ്രഭുപാദ കി ജയ്. താങ്ക് യു. വേറെ ഒന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ആരും ഒന്നും ആസ് യൂഷ്വൽ ഒന്നും പറയാത്തതുകൊണ്ട് ഹരേ കൃഷ്ണ. താങ്ക് യു.